ഹായ് ഓൾ, എല്ലാവർക്കും റീഡോ ലൈഫിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ മഞ്ഞുമൽ ബോയ്സിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. ഞാനൊരു പോൾ ഇട്ടിരുന്നു, അപ്പോൾ അതിൽ 60% ആൾക്കാരും വ്ളോഗ് വേണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ റിവ്യൂ ഇടുന്നത്. ഞങ്ങൾ ഇന്നലെ രാത്രി പോയിട്ട് സിനിമ കണ്ടു, അപ്പം കയ്യോടെ തന്നെ റിവ്യൂ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ ഓൾറെഡി ഒരുപാട് റിവ്യൂസൊക്കെ വന്നിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സിൻ്റെ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അതിൻ്റെ ഒരു കഥയും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ശരിക്കും മലയാളത്തിലെ കറകളഞ്ഞ ഒരു സർവൈവൽ ത്രില്ലർ എന്ന് വേണമെങ്കിൽ ത്രില്ലർ തീർച്ചയായിട്ടും സർവൈവൽ ത്രില്ലർ എന്ന് തന്നെ മഞ്ഞുമൽ ബോയ്സിനെ വിശേഷിപ്പിക്കാം. കാരണം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മാളൂട്ടിയാണ് അങ്ങനെ ഒരു സർവൈവൽ ത്രില്ലർ, അത്രയും പെർഫെക്റ്റ് ആയിട്ടൊരു സർവൈവൽ ത്രില്ലർ ഇറങ്ങിയത്, ഭരതൻ്റെ മാളൂട്ടി. പിന്നെ അതുപോലെ തന്നെ പിന്നെ മലയും കുഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഹെലനാണ് പിന്നെയും വലിയ തരക്കേടില്ലാത്തൊരു സർവൈവൽ ത്രില്ലർ എന്ന് പറയാൻ പറ്റുന്നത്. പക്ഷെ എനിക്ക് ഇതിൻ്റെ ാട്ടിലൊക്കെ കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സർവൈവൽ ത്രില്ലർ പണ്ട് മോഹൻലാലിൻ്റെ ഒരു ദൗത്യം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മോഹൻലാലും സുരേഷ് ഗോപിയൊക്കെ ഉള്ള അതൊരു ഈ ഭയങ്കര സാഹസികമായിട്ട് കുഴിയിലിറങ്ങി പോയിട്ട് രക്ഷപ്പെടുത്തുക അതൊന്നുമല്ല. പക്ഷെ എന്നാലും വൺ ഓഫ് ദി ബെസ്റ്റ് സർവൈവൽ ത്രില്ലർ എന്ന് എനിക്ക് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ ദൗത്യമാണ്. ദൗത്യം അന്നത്തെ കാലത്ത് വിജയമായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് നമ്മളുടെ ഒരു 90s കിഡിൻ്റെ ചില ഗ്രൂപ്പ്സൊക്കെ ഉണ്ട്, ആ ഗ്രൂപ്പ്സിൻ്റെ അകത്തൊക്കെ ചർച്ച ചെയ്യപ്പെട്ടൊരു സിനിമയാണ് ദൗത്യം. അപ്പോൾ ദൗത്യം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോരിത്തെരിപ്പ് ആണ് എനിക്ക് സത്യം പറഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സ് കണ്ടപ്പോൾ തോന്നുന്നത്. ഞാൻ പ്രത്യേകിച്ച് റിവ്യൂസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ സിനിമയെക്കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. പ്രതീക്ഷയില്ലാതെ പോയി കണ്ടൊരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും അതിൻ്റെ ഓരോ സീൻസും നമ്മുടെ മനസ്സിലിങ്ങനെ നിൽപ്പുണ്ട്. ആദ്യം തൊട്ടുള്ള സീൻസ് തൊട്ട് നമ്മുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. പ്രത്യേകിച്ചും ആ ഒരു ആംബിയൻസ് സൃഷ്ടിക്കാൻ അവർക്ക് നന്നായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പം കൊടൈക്കനാലിലെ ഗുണ കേവിൻ്റെ ഒരു ഇതിലാണ് ചെയ്തിരിക്കുന്നത്. ഗുണ കേവ് എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല. കമൽഹാസൻ്റെ ഗുണ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ആ കേവ് ഭയങ്കര പോപ്പുലർ ആയത്. അതിനു മുമ്പ് അതിൻ്റെ പേര് ഡെവിൾസ് കിച്ചൺ എന്നായിരുന്നു. ഡെവിൾസ് കിച്ചൺ തന്നെയാണ് അതിൻ്റെ ഔദ്യോഗിക നാമം ഇപ്പോഴും. പക്ഷേ കമൽഹാസൻ്റെ സിനിമ ഇറങ്ങിയ ശേഷമാണ് ഗുണ കേവ് എന്നുള്ള പേരിൽ ആ സിനിമയെ ആ കേവിനെ ആൾക്കാർ വിശേഷിപ്പിക്കാൻ തുടങ്ങിയത്. ആ കേവിന് സത്യം പറഞ്ഞാൽ കൊടൈക്കനാലിലുള്ള മലകളുടെ അത്രയും തന്നെ താഴോട്ട് ആഴമുണ്ടെന്നാണ് അവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് വീണ ആരും തന്നെ രക്ഷപ്പെട്ട് വന്നിട്ടില്ല. എക്സെപ്റ്റ് ഈ പറയുന്ന ഒരു മലയാളി മാത്രമേ അതിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ബാക്കി വീണിട്ടുള്ള സകലമാന ആൾക്കാരും മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ പല ആൾക്കാരുടെയും മൃതദേഹങ്ങൾ പോലും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു റിയൽ സ്റ്റോറീനെ ബേസ് ചെയ്തിട്ട് എടുത്ത സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൂറിലുണ്ടായിരുന്ന 11 പേരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതിലുള്ള സുഭാഷ് എന്ന് പറയുന്ന ആളാണ് അതിൽ വീണത്. അപ്പം അയാളുടെ ക്യാരക്ടർ ആരാ ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അയാളെ രക്ഷപ്പെടുത്തിയ ആൾക്ക് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് ധീരതയ്ക്കുള്ള അവാർഡും ഒക്കെ കിട്ടിയിട്ടുണ്ട്. 2006 ആ സമയത്ത് നടന്ന കഥയാണ്. അപ്പം തന്നെ അത് വാർത്തകളിലൊക്കെ വളരെ ഫേമസ് ആയിരുന്നു. പിന്നെ സോഷ്യൽ മീഡിയ ഒന്നും അത്ര ട്രെൻഡിങ് അല്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞ പോലെ വൈറലായിട്ടില്ല. പക്ഷേ അത് വാർത്തകളിൽ നിറഞ്ഞിരുന്ന സംഭവമാണ് ഈ പറയുന്ന ഗുണ കേവിന്ന് രക്ഷപ്പെട്ട ഏക മലയാളി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഗുണ കേവിൽ ആ ഒരു കാലഘട്ടത്തിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഭീകരത നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാൻ ആ സമയത്ത് പോയിട്ടുണ്ട്. ഞാൻ 2005 ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. 10ലോ 9ലോ എന്തോ പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ അവിടെ പോയിട്ടുണ്ട്. എൻ്റെ പേരൻസിനോട് പോയിട്ടുണ്ട്. അപ്പോൾ പോയ സമയത്ത് ഇപ്പോഴത്തെ പോലെ അത്ര ബന്ധുസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് അതിൻ്റെ അടുത്ത് വരെ ചെല്ലാം. പല ആൾക്കാരും ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ അതിൻ്റെ അകത്തോട്ടൊക്കെ പോകുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കുറേ കൂടെ അത് ഭയങ്കര ബന്ധുസാണ്. ഞങ്ങളൊരു 3 വർഷം മുമ്പ് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ലപോലെ വേലിയെല്ലാം കെട്ടിയിട്ട് അടച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരാൾ വീണിട്ട് അയാളെ രക്ഷപ്പെടുത്തുന്ന ഒരു ത്രില്ലറാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് ഈ പറയുന്ന തായ്ലൻഡിൽ കുട്ടികൾ ഗുഹയിലകപ്പെട്ടിട്ട് അവരെ രക്ഷപ്പെടുത്തുന്ന ഒരു ഇൻസിഡൻ്റ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് പിന്നീട് സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്.
ഇറങ്ങിയിട്ടുണ്ട്, ഹോളിവുഡ് സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അത്തരം ഹോളിവുഡ് സിനിമകളൊക്കെ കാണുന്ന ഒരു പ്രതീതി തന്നെയാണ് നമുക്ക് മഞ്ഞുമൽ ബോയ്സ് കാണുമ്പോഴത്തേക്കും. അങ്ങനെ അതിവൈകാരികത ഇല്ല. അതായത് മാളൂട്ടിയിൽ തോന്നിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഭയങ്കര അതിവൈകാരികത ഉണ്ടായിരുന്നു. അത് പക്ഷെ ഒരു അച്ഛൻ്റെ അമ്മയുടെയും കഥ ആയതുകൊണ്ടായിരിക്കണം അത് അതിവൈകാരികതയായിട്ട് തോന്നിയത്. പക്ഷെ ഇതിൽ ആ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു ഇമോഷൻസ് കണക്ട് ചെയ്യാൻ നന്നായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ ക്യാരക്ടേഴ്സുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അത്രയും നന്നായിട്ടാണ് ഓരോരുത്തരും അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ സലിംകുമാറിൻ്റെ മകനുണ്ട്, പിന്നെ ജീൻ പോൾ ലാലുണ്ട്. അദ്ദേഹമൊക്കെ ആണെങ്കിലും നമുക്ക് ആ ഒരു ക്യാരക്ടേഴ്സിനെയൊക്കെ നമുക്ക് എവിടേക്കോ കണ്ട് പരിചയമുള്ള ആൾക്കാരുടെ ഭാവങ്ങളൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം സൗബിനാണെങ്കിൽ തന്നെ സൗബിൻ, ഗണപതി, ശ്രീനാഥ് ബാസി അവരെല്ലാം തന്നെ ഓരോരുത്തരും പേരെടുത്ത് പറയുകയാണെങ്കിൽ എല്ലാവരും അവരുടെ ക്യാരക്ടേഴ്സ് നല്ല മികച്ചതാക്കിയിട്ടുണ്ട്. സിനിമ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ ഇങ്ങനെ എന്താ പറയുക, ചങ്കെടുപ്പോട് കാണാമെന്ന് പറയത്തില്ലേ, ആ രീതിയിൽ തന്നെയാണ് സിനിമ എടുത്തിരിക്കുന്നത്. നമ്മൾ ഇൻ്റർവെൽ വരെ എത്തുമ്പോഴത്തേക്കും അയ്യോ ഇൻ്റർവെൽ ആയല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ഇത് ഇപ്പോഴേ തീരണ്ടായിരുന്നു, കുറച്ചും കൂടെ വേണമായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആണ് നമുക്ക് സിനിമ കാണുമ്പോൾ തോന്നുന്നത്. അപ്പം അത്രയും നന്നായിട്ടാണ് അവർ, പ്രത്യേകിച്ചും ആ ഒരു ഇപ്പം അതിൻ്റെ ആർട്ട് ഡയറക്ടർ പറയുന്നുണ്ട് ഈ സംഭവം ഗുണ കേവ് അവർ സെറ്റിട്ടാണ്, അവർ പെരുമ്പാവൂർ ഒരു ഗോഡൗണിൽ സംഭവം സെറ്റിട്ടാണ്. അതൊരിക്കലും പറയത്തില്ല അത് സെറ്റാണെന്ന്. കാരണം ഗുണ കേവ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഒരു ടെക്സ്ചറും കാര്യങ്ങളും എല്ലാം വളരെ കൃത്യമായിട്ട് അറിയാം. അതൊരു സെറ്റാണെന്ന് അദ്ദേഹം പറയുമ്പോൾ മാത്രമേ നമുക്ക് തോന്നത്തുള്ളൂ. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അദ്ദേഹം ആ പാറയിടുക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്, പക്ഷേ എന്നാൽ പോലും ആ ക്ലൈമാക്സിൽ എത്തുമ്പോഴത്തേക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് ശരിക്കും തിയേറ്ററിൽ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഹൃദയമെടുപ്പോട് മാത്രമേ നമുക്ക് ആ ട്വിസ്റ്റ് കാണാൻ പറ്റത്തുള്ളൂ. അത്രയും നന്നായിട്ടാണ് അവർ ഓരോന്നും എടുത്തിരിക്കുന്നത്. പിന്നെ അതിലൊരു മരമുണ്ട്, ഇവർ കയറി ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ആ മരമൊക്കെ ഫൈബർ കൊണ്ട് ക്രിയേറ്റ് ചെയ്തതാണെന്ന് പറയുമ്പോഴത്തേക്കും ഒക്കെയാണ് നമുക്ക് അതിൻ്റെ ഒരു ആർട്ട് വർക്കിൻ്റെ മികവ് മനസ്സിലാവുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു ഫാമിലീനെ തൃപ്തിപ്പെടുത്തുന്ന സിനിമ തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ്. അത് പ്രത്യേകിച്ച് റിവ്യൂസ് അല്ലെങ്കിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻ കൂടിയിട്ട് നിങ്ങൾ പോകരുത്. കാരണം ഒരുപാട് എക്സ്പെക്റ്റേഷനും കൂടി പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഓ ഇത് ഇത്ര പെട്ടെന്ന് തീർന്നോ എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ക്ലീൻ എൻ്റർടൈനർ തന്നെയാണ്. അതും ഈ കഥ അല്ലെങ്കിൽ ഈ ഒരു റിയൽ സംഭവം അറിയാവുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് ആ ഗുണ കേവിൻ്റെ ഭീകരതയും ഒക്കെ നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ കാണേണ്ട സിനിമ തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ്. കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നതിന് വരെ ബൈ ബൈ.